നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ്. അതായത് ഓരോ അക്കൗണ്ടന്മാരും ഇത് അറിഞ്ഞിരിക്കണം. ഒരു ബിസിനസ്സിലെ ഏതൊക്കെ റിപ്പോർട്ടുകളാണുള്ളത്, അതേപോലെ തന്നെ ഓരോ റിപ്പോർട്ടുകളും എങ്ങനെയാണ് എടുക്കുക, ഈ ഓരോ റിപ്പോർട്ടുകളും ബിസിനസ്സിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾക്കൊരു അക്കൗണ്ടന്റ് ആകാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. അപ്പൊ ഞാൻ ഒരുപാട് നാളായി ഈ ചാനലിലെ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ ഇനി മുതൽക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക ചെയ്യണം കേട്ടോ. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമ്മള് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എടുക്കേണ്ട റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാഷ് ബാലൻസ് ആണ്. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് ഡെയിലി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ്സിലെ ക്യാഷും അതേപോലെ തന്നെ കയ്യിലുള്ള ക്യാഷും നമ്മൾക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഡെയിലി ക്യാഷ് ബാലൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിലും നമ്മൾ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ആണോ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. ഇനിയിപ്പോ മാനുവലി ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് മാച്ച് ആവണം. ഇനിയിപ്പോ എക്സലിലോ ബാക്കി ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലോ ഏതിനാണെങ്കിലും ക്യാഷ് ബാലൻസ് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എപ്പോഴാണ് ഈക്വൽ അല്ലാതിരിക്കുകയെന്ന്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ ബാലൻസ് ഈക്വൽ അല്ലാതിരിക്കും. എന്താ കാരണം എന്ന് അറിയോ? ഇപ്പോ നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇപ്പൊ ചായ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ എടുത്തിട്ട് കൊടുക്കും. അതായത് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ളത്. പക്ഷെ ഇതെന്താണ്? അക്കൗണ്ടന്റ് ഇത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. അപ്പൊ എന്താണ് ഉണ്ടായിരിക്കുക? കയ്യിലെ ക്യാഷ് കുറയും ചെയ്യും, നമ്മുടെ എന്താ പറയുക സിസ്റ്റത്തിലെ നമ്മുടെ ബിസിനസിലെ ക്യാഷ് കുറയൂല്ല. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അടുത്തത് ബാങ്ക് ബാലൻസ് ആണ്. അതായത് നമ്മുടെ ബിസിനസിന്റെ ബാങ്കിന്റെ ലെഡ്ജറും പാസ്ബുക്കും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്തു. പക്ഷെ ബാങ്കിൽ ഇത് വരിക ചെക്കിലെ ഡേറ്റ് എത്തുമ്പോഴാണ് ഈ ഒരു ബാലൻസ് അവിടെ വരുള്ളൂ. അപ്പൊ ഈ ഡേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അടുത്തത് തീർച്ചയായിട്ടും നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്തിരിക്കണം. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തു നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈ ബാങ്കിന് മാത്രമല്ല നമ്മൾ റീകൺസിലിയേഷൻ ചെയ്യാം, നമ്മുടെ ഫാമിലി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സുമായിട്ട് നമ്മൾ റീകൺസിൽ ചെയ്യണം. അതായത് നമ്മുടെ ബിസിനസിന്റെ ബുക്കിലുള്ള ക്രെഡിറ്ററുടെ ബാലൻസ് തന്നെയാണോ അവരുടെ ബുക്കില് നമ്മളുടെ ബാലൻസ് എന്നുള്ളത് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരടുത്തുനിന്ന് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കണം. എന്നിട്ടാണ് നമ്മൾ അത് മാച്ച് ചെയ്തിട്ട് പോകുക. നെക്സ്റ്റ് സ്റ്റോക്ക് സമ്മറിയാണ്. ഒരു ഇൻവെന്ററി കീപ്പ് ചെയ്യുന്ന ഫോമിലാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതായത് കയ്യിലുള്ള സ്റ്റോക്കും ബിസിനസ്സിലെ സ്റ്റോക്കും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് ഇതൊന്നും നമുക്ക് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ കഴിയുന്നതും നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് പോകണം. അല്ലാതെ നമ്മളൊരു വർഷം അവസാനിക്കുമ്പോഴല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുക. നമ്മൾ ആൾക്കാർക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ നമുക്ക് പൈസ തരണം. അതായത് ബിസിനസിനെ സംബന്ധിച്ച് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതിലേക്ക് നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ആണ്. കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ലയബിലിറ്റി ആണ്. കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി? എക്സ്പെൻസ് ആയി മാറി. അപ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ കറക്റ്റ് അല്ലേ? നമ്മുടെ ബില്ല് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് സെയിൽ ചെയ്തു, പാർട്ടി പൈസ തന്നു, ആ ബിസിനസ്സിലെ പാർട്ടിയുടെ ബാലൻസ് തന്നെയല്ലേ ആക്ച്വലി ഉള്ള ബാലൻസ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെയാണ് അക്കൗണ്ട്സ് പേയബിൾ.
കൊടുക്കാനുള്ള ആൾക്കാരാണ് എന്ത് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കും, നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ ആ കൊടുക്കാൻ എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു റിപ്പോർട്ട് അറിയണം. അപ്പൊ ഡെയിലി നമ്മൾ ഈ ബാലൻസുകളെല്ലാം നമ്മൾ നോക്കണം, എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ പാർട്ടി ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒക്കെ ചാർജ് ചെയ്യും. അതുമല്ല, ഒരു ബിസിനസിനെ സ്റ്റേബിൾ ആയി നിർത്തുന്നത് നമ്മളെ കൊടുക്കാനുള്ള എമൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പോഴേ നമ്മൾക്ക് കിട്ടാനുള്ള ആൾക്കാരെടുത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൊടുത്തു കഴിഞ്ഞാലാണ് അവർ നമുക്ക് സാധനങ്ങൾ അയച്ചു തരുള്ളൂ, അപ്പോഴേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ നമുക്ക് നമ്മളുടെ പാർട്ടിയുടെ അടുത്ത് നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താണ്? ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അതായത് വരവ് ചെലവ് കണക്കുകൾ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിതിൽ അക്കൗണ്ടിങ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരവെന്ന് ചെലവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം കിട്ടി, അല്ലേ? അപ്പൊ നമ്മളത് കൃത്യമായിട്ടാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. മാനുവലിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ ഏതിലാണെങ്കിലും നമ്മളത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ എന്തെല്ലാം അസറ്റുകൾ ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, മെഷീനറി ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് എത്രയുണ്ട്, ബാങ്ക് എത്രയുണ്ട്, ഇതെല്ലാം എന്താണ്? അസറ്റുകളാണ്. അതേപോലെ ലയബിലിറ്റി എന്താണ്? ക്യാപിറ്റൽ. ഓണറോടുള്ള ബാധ്യതയാണ് ക്യാപിറ്റൽ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അപ്പൊ അതിലെ നമുക്ക് ഇതാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എന്താണ് അക്കൗണ്ട്സ്, നമ്മുടെ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുക, ഡെബിറ്റ് ആസ്പെക്ട് എന്താണ് ക്രെഡിറ്റ് ആസ്പെക്ട്, ജേണൽ എൻട്രി എങ്ങനെയാണ് ചെയ്യുക, ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇതിനെല്ലാം കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ എന്താണ് അക്കൗണ്ടിങ് അറിയാത്തവർക്ക് പോലും സിമ്പിൾ ആയി മനസ്സിലാകും. അക്കൗണ്ടിങ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ ഞാൻ എല്ലാ വീഡിയോകളും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്തെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.